എല്ലാവർക്കും നമസ്കാരം. GST നിലവിൽ വന്നിട്ട് ഈ ജൂലൈയിലേക്ക് 7 വർഷമായി. GST നിലവിൽ വന്ന കാലം മുതൽ തുടങ്ങിയതാണ് GSTയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വ്യവഹാരങ്ങളും. ആ ഇടയ്ക്കാണ് വ്യാപാരികൾക്ക് ആശ്വാസമാകുന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം 53ാമത്തെ GST കൗൺസിലിൽ വന്നത്. അത്തരത്തിൽ 53ാമത്തെ GST കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം 2024 ഫിനാൻസ് ബില്ലിൽ GSTയുമായി ബന്ധപ്പെട്ട ഒരു ആംനസ്റ്റി പ്രഖ്യാപിച്ചു. സെക്ഷൻ 128A എന്ന ഒരു പുതിയ സെക്ഷൻ ഇൻസേർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആംനസ്റ്റി നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ GST ആംനസ്റ്റി പ്രകാരം ഏതൊക്കെ വ്യാപാരികൾക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുക, ആർക്കൊക്കെയാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക, അതേപോലെ തന്നെ ഏതെല്ലാം ഓർഡറുകൾക്കാണ് ഇത്തരത്തിലുള്ള ഈ GSTയുടെ ആനുകൂല്യം ലഭിക്കുക എന്ന് വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഏതൊക്കെ കാലഘട്ടത്തിലേക്കാണ് ഏതൊക്കെ കേസുകൾക്കാണ് ഈ GST ആംനസ്റ്റി സ്കീം ബാധകമാകുക എന്ന് പരിശോധിക്കാം. GST നിലവിൽ വന്ന ആദ്യത്തെ 3 വർഷം, അതായത് 2017, 18, 18, 19, 19, 20 കാലഘട്ടത്തിലുള്ള എല്ലാത്തരം കേസുകൾക്കും, അതായത് സെക്ഷൻ 73 പ്രകാരമുള്ള കേസുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, സെക്ഷൻ 73 പ്രകാരമുള്ള കേസുകൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ GST ആംനസ്റ്റി സ്കീം ബാധകമാവുക. അതായത് സെക്ഷൻ 74ലുള്ള വിൽഫുൾ മിസ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഫ്രോഡ്, സർക്കാരിന് കരുതി കൂട്ടി പറ്റിക്കുക, ടാക്സ് അടയ്ക്കാതിരിക്കുക, മനഃപൂർവ്വമുള്ള ഫ്രോഡ് നടത്തിയിട്ട് ടാക്സ് വെട്ടിക്കുക തുടങ്ങി സെക്ഷൻ 74ൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള നോട്ടീസുകൾക്കും ഓർഡറുകൾക്കും ഒന്നും ഈ പറഞ്ഞ ആംനസ്റ്റി സ്കീം ബാധകമല്ല. സെക്ഷൻ 73 പ്രകാരമുള്ള ആദ്യത്തെ 3 വർഷത്തേക്കുള്ള ഓർഡറുകൾക്ക്, നോട്ടീസുകൾക്ക് ഒക്കെയാണ് ഈ GST സ്കീം 2024 ബാധകമായിട്ടുള്ളത്. പിന്നെ സെക്ഷൻ 73ൽ ഏതൊക്കെ സ്റ്റേജുകളിൽ ഈ ആംനസ്റ്റി ബാധകമാണെന്ന് നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അത് ഫൈനലായിട്ടില്ല, നിങ്ങൾ ടാക്സ് അടച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ നോട്ടീസ് ഇഷ്യൂ ചെയ്ത കേസുകൾക്ക് ഈ പറഞ്ഞ GST ആംനസ്റ്റി സ്കീം ബാധകമാണ്. ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തത് പ്രകാരം നിങ്ങൾ എത്രയാണോ ടാക്സ് അടയ്ക്കാനുള്ളത് ആ ടാക്സ് അടയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് പെനാൽറ്റി വേവ് ചെയ്ത് കിട്ടും, ടാക്സ് മാത്രം അടച്ചാൽ മതി. രണ്ടാമത്തെ കേസ് പറയുന്നത്, ഒരു ഓർഡർ വന്നിട്ടുണ്ട്, ആ ഓർഡറിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്, അപ്പീൽ പെൻഡിങ് ആണ്, അപ്പീൽ ഡിസ്പോസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് അപ്പീൽ പിൻവലിച്ചിട്ട് വേണമെങ്കിൽ ഈ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ ഒരു കേസ്, അപ്പലേറ്റ് ഓർഡർ വന്നു, അപ്പലേറ്റ് ഓർഡർ നമുക്ക് എഗെയിൻസ്റ്റ് ആണ്, നമ്മൾ സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്യാൻ വേണ്ടി ട്രൈബ്യൂണൽസ് സെറ്റപ്പ് ആയിട്ടില്ല. അപ്പോൾ അത്തരം കേസുകളിൽ ഒരു സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കേസുകളിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 3 സിറ്റുവേഷനിൽ നോട്ടീസ് വന്നാൽ ചെയ്യാം, ഓർഡർ വന്നു, ഓർഡറിന് എഗെയിൻസ്റ്റായിട്ട് അപ്പലേറ്റ് ഓർഡർ ആയിട്ടില്ല, രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ്, അപ്പലേറ്റ് ഓർഡറായി, അതിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ 3 കേസുകളിലും എത്രയാണോ ടാക്സ് ഡിമാൻഡെങ്കിൽ ആ ടാക്സ് ഡിമാൻഡ് അടച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റും പെനാൽറ്റിയും വേവ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, 73 ഓർഡറുകൾക്ക് മാത്രമാണ് ഇത് ബാധകം, ഓർഡറുകൾ അല്ലെങ്കിൽ നോട്ടീസുകൾക്ക് മാത്രമാണ് ബാധകം എന്ന് പറഞ്ഞു. പക്ഷേ അതിലൊരു എക്സംഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് സെക്ഷൻ 74 പ്രകാരം ഒരു ഓർഡർ നിങ്ങൾക്ക് ലഭിച്ചു. 74 പ്രകാരം ഓർഡർ ലഭിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വിൽഫുൾ ആയിട്ടുള്ള ഒരു മിസ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനോ ഉണ്ട് എന്ന് ഓഫീസർക്ക് ബോധ്യപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഓർഡർ ലഭിച്ചു. പക്ഷേ അതൊരു അപ്പലേറ്റ് അതോറിറ്റിയുടെ മുൻപാകെ ചോദ്യം ചെയ്തു, കോടതിയിലോ റിവിഷനിലോ അപ്പലേറ്റ് അതോറിറ്റിയുടെ മുൻപാകെ ചോദ്യം ചെയ്തപ്പോൾ അപ്പലേറ്റ് അതോറിറ്റിക്ക് അത് ബോധ്യപ്പെടുകയും അപ്പലേറ്റ് അതോറിറ്റിക്ക് തോന്നുകയാണ് ദർ ഈസ് നോ വിൽഫുൾ മിസ്റ്റേറ്റ്മെൻറ്റ് ഓർ ഫ്രോഡുലൻ്റ് ആക്ഷൻ, അതായത് ടാക്സ് വെട്ടിപ്പിൽ ഒരു വിൽഫുൾ മിസ്റ്റേറ്റ്മെൻറ്റോ ഫ്രോഡുലൻ്റ് ആക്ഷനോ ഇല്ല എന്ന് അപ്പലേറ്റ് അതോറിറ്റിക്ക് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 75(2) പ്രകാരം ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഓർഡറിൽ അപ്പലേറ്റ് അതോറിറ്റി പറയുന്നതെന്ന് വെച്ചാൽ ദിസ് ഓർഡർ ഷാൾ ബി ഡീംഡ് ടു ബി ട്രീറ്റഡ് ആസ് എ നോട്ടീസ് ഓർ ഓർഡർ ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 73(1) എന്നുള്ള പോലെ, അതായത് ഈ 75(2) പ്രകാരം ഒരു ഓർഡർ ലഭിച്ചിട്ട് ആ ഓർഡറിൽ പറയാണ് ഇതിലൊരു വിൽഫുൾ മിസ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആക്ഷനും ഒന്നുമില്ല, ഇത് ശരിക്കും 73 പ്രകാരം കൺസിഡർ ചെയ്യേണ്ട ഒരു കേസാണ് എന്നൊരു അപ്പലേറ്റ് അതോറിറ്റിയുടെ ഫൈൻഡിങ് വന്നു കഴിഞ്ഞാൽ ആ ഓർഡറുകൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 73ലുള്ള അതേപോലെ തന്നെ ഒരു ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഈ 74ലെ ഓർഡറിൽ കിട്ടും, പ്രൊവൈഡഡ് 75(2)ൽ എന്ത് വേണം, അപ്പലേറ്റ് അതോറിറ്റിക്ക് ഒരു ഫൈൻഡിങ് വേണം, ഇതിലൊരു വിൽഫുൾ മിസ്റ്റേറ്റ്മെൻറ്റോ ഫ്രോഡുലൻ്റ് ആക്ഷനോ ഇല്ല, ഇത് നോർമലായിട്ടുള്ള ഒരു കേസാണ്, ഓഫീസറുടെ ഫൈൻഡിങ്സ് തെറ്റാണ് എന്നുള്ള തരത്തിലുള്ളൊരു ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ 74 ഓർഡറുകൾക്കും നിങ്ങൾക്ക് ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്,
ഇത് ടാക്സ് പേ ചെയ്യാത്ത കേസുകൾക്കാണ് ഈ ആംനസ്റ്റി ബാധകമായിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റീഫണ്ട്, ഇറോണിയസ്ലി ഒരു റീഫണ്ട് ക്ലെയിം ചെയ്തൊരു കേസിൽ ഇനി ഞാനൊന്ന് ആംനസ്റ്റി ഫയൽ ചെയ്തിട്ട് അത് റെഗുലറൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതായത് ടാക്സ് ഷോർട്ട് പെയ്ഡ് ഓർ നോട്ട് പെയ്ഡ് എന്നുള്ള കേസിൽ ടാക്സ് ഡ്യൂ ഉള്ള കേസുകൾക്ക് മാത്രമാണ് ഈ ആംനസ്റ്റി ബാധകമായിട്ടുള്ളത്. റീഫണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള കേസുകൾക്കും ഈ പറഞ്ഞ ആംനസ്റ്റി ബാധകമല്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമുക്കൊരു ഓർഡർ ലഭിച്ചു, ആ ഓർഡറിന് എഗെയിൻസ്റ്റായിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ഓർഡർ ലഭിച്ചു, അതിന് എഗെയിൻസ്റ്റായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് അപ്പീൽ ഫയൽ ചെയ്തിട്ട് അപ്പലറ്റ് അതോറിറ്റി എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡീഷണൽ ടാക്സ് ഡിമാൻഡ് വെച്ചിട്ടുള്ളൊരു അപ്പലറ്റ് ഓർഡറാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ള ഒരു അപ്പലറ്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു അഡീഷണൽ ടാക്സ് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ ടാക്സ് ഡിമാൻഡ് വിത്തിൻ 3 months അടച്ചു തീർത്ത കേസുകൾക്കാണെങ്കിലും ഈ പറഞ്ഞ ആംനസ്റ്റി നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അപ്പീൽ നിലവിൽ പെൻഡിംഗ് ഉള്ള കേസുകൾക്കൊന്നും ഈ പറഞ്ഞ സ്കീം ബാധകമല്ല. അതായത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അസസ്മെൻറ്റ് വന്നു, ഈ അസസ്മെൻറ്റ് എഗെയിൻസ്റ്റായിട്ട് നിങ്ങൾ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്, ഈ അപ്പീൽ ഡിസ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ പറഞ്ഞു, ഈ അപ്പീൽ ഡിസ്പോസ് ചെയ്യാത്തൊരു കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അപ്പീൽ വിഡ്രോ ചെയ്തിട്ട് ആംനസ്റ്റിയിലേക്ക് പോകാം. അതായത് ഒരു ഓർഡർ പെൻഡിങ് ഉണ്ട്, ആ ഓർഡറിനെ നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്, ആ ചലഞ്ച് ചെയ്ത ഓർഡർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പീൽ വിഡ്രോ ചെയ്യാം. അപ്പീൽ വിഡ്രോ ചെയ്തിട്ട് ആംനസ്റ്റിയിലേക്ക് പോകാം. അതായത് അപ്പീൽ പെൻഡിങ് ഉള്ള കേസുകൾക്ക് ആംനസ്റ്റി ബാധകമല്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി ഉള്ളത്, അതായത് നിങ്ങൾക്കൊരു അസസ്മെൻറ്റ് ഓർഡർ ലഭിച്ചു അല്ലെങ്കിൽ ഒരു നോട്ടീസ് ലഭിച്ചു, ആ നോട്ടീസ് പ്രകാരം നിങ്ങൾക്ക് ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അത്തരത്തിൽ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യുമ്പോൾ 2-3 കേസുകൾ ഉണ്ടാവും ഈ നോട്ടീസിൽ. ഈ 2-3 കേസുകളിൽ ഒരു കേസ് നിങ്ങൾക്ക് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു കേസായിരിക്കാം. അതായത് നിങ്ങളുടെ അടുത്ത് എവിഡൻസും കാര്യങ്ങളൊക്കെ ഉള്ള കേസായിരിക്കാം, നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ളൊരു കേസാണ്, നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാവുന്നൊരു കേസാണെന്ന് വിചാരിക്കുക. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പാർട്ടായിട്ട് ഇതിനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഓർഡറിനെ മൊത്തമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് 3 ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ 3 ഇഷ്യൂവിനെയും ചേർത്ത് കോമൺ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്തു, അതിൽ ടാക്സും ഇൻട്രസ്റ്റും അടച്ചു, ടാക്സ് അടച്ചു, പെനാൽറ്റിയും ഇൻട്രസ്റ്റും വേവ് ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഫർദറായിട്ട് തോന്നുകയാണ് ഈ ഒരു കേസിൽ, ഞാൻ ടാക്സ് അടച്ച കേസിൽ ഒരു കേസ് എനിക്ക് വളരെ ജെന്യൂൻ ആയിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റാവുന്നൊരു കേസാണെന്ന് വിചാരിക്കുക. അതൊരിക്കലും ഈ സ്കീം പ്രകാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം സെക്ഷൻ 128A വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ നിങ്ങൾ ഈ തരത്തിൽ ടാക്സ് അടച്ചിട്ട് ഈ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റും പെനാൽറ്റിയും വേവ് ചെയ്തൊരു ഘട്ടത്തിൽ ഫർദറായിട്ട് യാതൊരു വിധത്തിലും നിങ്ങൾക്ക് അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ മനസ്സോട് കൂടിയിട്ട് ഇത് ഓക്കെയാണ്, അതായത് ഞാൻ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ടാക്സ് അടച്ചിട്ട് ഫർദറായിട്ടുള്ള എല്ലാ പ്രൊസീഡിങ്സിൽ നിന്നും അവസാനിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് ഒരു തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ ഈ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് ആംനസ്റ്റി ഓപ്റ്റ് ചെയ്ത് ടാക്സ് അടച്ചിട്ട് ഇൻട്രസ്റ്റും പെനാൽറ്റിയും വേവ് ചെയ്തതിന് ശേഷം ഇതിലേതെങ്കിലും ഒരു മാറ്ററിലേക്ക് വീണ്ടും ഒരു ഫർദറായിട്ട് അപ്പീൽ പോവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിട്ട്, എല്ലാ ആംനസ്റ്റി സ്കീമുകളിലും ഉള്ള പോലെ തന്നെ എല്ലാ ആളുകൾക്കും വളരെ വിഷമമുണ്ടാക്കുന്നൊരു വ്യവസ്ഥ, അതായത് വളരെ അൺഫോർച്ചുനേറ്റായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് തന്നെ പറയാം. അതായത് 17, 18, 18, 19, 19, 20 കാലഘട്ടത്തിൽ ഒരു ഡിമാൻഡ് വരികയും മറ്റൊരു ലിറ്റിഗേഷനിലേക്ക് പോവാതെ ഈ ടാക്സും ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഒക്കെ അടച്ച് സമാധാനപരമായിട്ട് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആംനസ്റ്റി ബാധകമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അടച്ച പൈസയും ഇൻട്രസ്റ്റും പെനാൽറ്റിയൊക്കെ നഷ്ടപ്പെട്ടു. കാരണം അവർക്ക് യാതൊരു തരത്തിലും ഈ ആംനസ്റ്റി സ്കീം ബാധകമല്ല. ടാക്സ് ഡിമാൻഡ് പെൻഡിംഗ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ആംനസ്റ്റി ബാധകം എന്നുകൂടി ഓർമ്മിക്കുക. ഫിനാൻസ് ബില്ലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ GSTയിൽ ധാരാളം അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. സെക്ഷൻ 16(4) ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. സെക്ഷൻ 74 ശേഷം ഒരു സെക്ഷൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇനിയും ചെയ്യാനുണ്ട്. മറ്റ് വിഷയങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.